हमने सर पे ये केसरी रंग सजाया है। कुमरगम श्री कुमारमंगलम हायर सेकेंडरी स्कूल में एनसीसी यूनिट का पासिंग आउट परेड यह झंडा फहराने के साथ प्रारंभ हो रहा है। महोदय श्रीमान A.K. जयप्रकाश जी आगे आते हुए राष्ट्रीय झंडा फहराने जा रहे हैं। इसी के साथ यह हमारा प्रोग्राम शुरू हो रहा है। स्कूल प्रिंसिपल सुनुमोल एस, इंदु हेड मिस्ट्रेस श्रीमती इंदु K.S., कुमारमंगलम देवस्योगम सेक्रेटरी श्री K.P. आनंदगुट्टन, श्री स्कूल PTA प्रेसिडेंट अभिलाष PC, मदर PTA प्रेसिडेंट राजेश्वरी OC, सब गणमान्य व्यक्तियों के सानिध्य में झंडा फहराते हुए यह प्रोग्राम उद्घाटन घोषित किया जा रहे हैं। पिछले 25 साल में हजारों कैडेट्सों को अनुशासन, राज्य के प्रति प्रेम की पाठ सिखाते हुए SKM हायर सेकेंडरी स्कूल में चमकते बनकर आए हुए SKM हायर सेकेंडरी स्कूल के NCC यूनिट 16 केरला बटालियन आर्मी विंग से केरला लक्षद्वीप डायरेक्टरेट में से सबसे उच्च स्तर पर NCC स्कूलिंग में केरला राज्य के बहुत हो फौजी से आगे बढ़ने का पूरा श्रेय भी इस NCC यूनिट को जाते हैं। कुमरगम SKM हायर सेकेंडरी स्कूल में गर्व का दिन है। भारत माता और भारत देश के लिए ये NCC यूनिट का सिद्धा राज्य के लिए अभिमान का दिन है। आज के दिन में आप सबको इस पासिंग आउट परेड को स्वागत करती हूँ। कुमरगम SKM हायर सेकेंडरी स्कूल में ये NCC कैडेट्स कुमरगम में प्लास्टिक के खिलाफ बहुत ही अच्छी कार्य प्रसिद्ध है। जीरो प्लास्टिक अभियान से लोगों को दिल में जगह बना चुके हैं। ये NCC के बच्चे और उनके माता पिता का पूरा योगदान रहे हैं, तभी उनका घर का सपना पूरा हो पाया। इसी प्रकार आगे आने वाले पीढ़ी और उनके बच्चों में भी स्नेह, दया, करुणा और दान में भी भावना के साथ आगे बढ़ते हुए एक उज्जवल भारत को सींचते हैं। കുമരകം SKMHSSലെ NCC യൂണിറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സെറിമണിയുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ശ്രീ A.K. ജയപ്രകാശ് സാർ പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ്. പതാക ഉയർത്തുന്നതിനായി സ്കൂൾ മാനേജർ ശ്രീ A.K. ജയപ്രകാശ് സാർ, ദേവസ്വം സെക്രട്ടറി ശ്രീ K.P. ആനന്ദകുട്ടൻ സാർ, പ്രിൻസിപ്പൽ ശ്രീമതി സുനിമോൾ, ഹെഡ് മിസ്ട്രസ് ശ്രീമതി K.M. ഇന്ദു, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
സ്നേഹമുള്ളവരെ, NCC പാസിംഗ് ഔട്ട് പരേഡിന്റെ പതാക ഉയർത്തൽ കർമ്മം ശ്രീകുമാരമംഗലം ദേവസ്വം ഭാരവാഹികളുടെയും സ്കൂൾ ജീവനക്കാരുടെയും NCC കേഡറ്റ്സിന്റെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടെ നടത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി പാസിംഗ് ഔട്ട് പരേഡ് 16 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ദാമോദർ പി സല്യൂട്ട് സ്വീകരിക്കുന്നതാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാരും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ചെയറുകളിൽ വന്നിരിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. കുമരകം SKMHSSലെ NCC ആർമി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. 16 കേരള ബറ്റാലിയൻ NCCയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ യൂണിറ്റ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളുടെ ശ്രേണിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അച്ചടക്കവും രാജ്യസ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതുമായ പൗരന്മാരായി വാർത്തെടുക്കുവാൻ സാധിച്ചു എന്നത് SKM-NCC യൂണിറ്റിന്റെ പൊന്തൂവലായി മാറിയിരിക്കുന്നു. സൈനിക പരിശീലനത്തിന്റെ പ്രാഥമിക പാഠങ്ങളും അച്ചടക്കവും രാജ്യസ്നേഹ മനോഭാവവും പഠിപ്പിക്കുന്ന NCC കേഡറ്റുകളായി കുട്ടികളെ മാറ്റിത്തീർക്കുന്ന ചിട്ടയായ പരിശീലന ഫലമായി വിവിധ സേനകളിൽ നമ്മുടെ 100 കണക്കിന് കേഡറ്റുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യം എന്ന ആഗോള വിപത്തിനെതിരെ കേഡറ്റുകളെ അണിനിരത്തി വേമ്പനാട്ടുകായൽ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി തുടർച്ചയായി നടത്തിയ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഈ യൂണിറ്റിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ നേർക്കാഴ്ചകളാണ്. നിരാലംബയും ഭവനരഹിതയുമായ മങ്കമ്മ എന്ന അമ്മയ്ക്ക് അന്തിയുറങ്ങുന്നതിനായി വീട് നിർമ്മിച്ചു നൽകുന്ന വഴി NCC കേഡറ്റുകൾ മനുഷ്യസ്നേഹത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത പുതിയ വീഥികൾ പണിതുയർത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കമാൻഡിംഗ് ഓഫീസർ കേണൽ ദാമോദർ പി സ്വീകരിക്കുന്നത് കല്യാണി കുമരകം കല്ലുകണ്ടത്തിൽ വീട്ടിൽ ശ്രീ B രഞ്ജിത്തിന്റെയും ശ്രീമതി നീതു രഞ്ജിത്തിന്റെയും മകൾ. ഗൗതമി MR കുമരകം മാഞ്ചിറ വീട്ടിൽ ശ്രീ രമേശ് PR-ന്റെയും ശ്രീമതി ജയശ്രീ രമേശിന്റെയും മകൾ. जलाया है तब जाके कहीं हमने सर पे ये केसरी रंग सजाया है। है मेरी ज़मीं अफसोस नहीं जो तेरे लिए 100 दर्द सहे, महफूज रहे तेरी आन सदा चाहे जान मेरी ये रहे ना रहे। मेरी ज़मीं महबूब मेरी मेरी नस नस में तेरा इश्क बहे, फीका ना पड़े कभी रंग तेरा जिस्मों से निकल के खून कहे। കസേരയില്ല, ഇരിക്കണം ഇവിടെ. ഈ മൊത്തം വ്യൂ കിട്ടുന്ന രീതി വേണം ഇരിക്കാൻ കേട്ടോ, മൊത്തം കറങ്ങണം.
एनसीसी झंडा लेकर आ रही है देवलक्ष्मी मनु और उसके साथ स्वर्णा सत्यन और कृष्णा साजन। NCC flag is commemorated by Devlakshmi Manu with the assistance of Swarna Satyan and Krishna Sajan. अब एनसीसी ध्वज लेकर आ रहे हैं नकुल के अनीश और उसके साथ अश्विन सेतु और दुर्गनाथ प्रदीप। SKMHSS NCC पार्टी निरीक्षण करने की तैयार हो। आदरणीय कर्नल दामोदर पे एनसीसी परेड का विशेष रूप से निरीक्षण कर रही है। To review the parade here, we have respected Colonel Damodar P. moving on the vehicle. हो रहा है। इस परेड में 2 प्लेटून हिस्से ले रहे हैं। प्लेटून नंबर 1 आदित्य अनीश के नेतृत्व में आगे बढ़ते हुए आ रहे हैं। प्लेटून नंबर 2 देवंशी अनिल के नेतृत्व में आगे बढ़ते हुए चल रहा है।
പറഞ്ഞു ദേവൻജി അനിയത്തി പറഞ്ഞു കേട്ടില്ല കേട്ടോ നമുക്ക് പറയാം ആ എനിക്കുണ്ട് നിനക്കില്ലല്ലോ युवा नागरिकों में चरित्र, भाईचारा, अनुशासन, धर्मनिरपेक्ष दृष्टिकोण, साहस की भावना और निस्वार्थता सेवा के आदर्श विकसित ഇന്ത്യൻ ആർമിയുടെ കൃത്യവും അച്ചടക്കവുമായ പ്രവർത്തനങ്ങളിലൂടെ കോട്ടയം ജില്ലയിലെ തന്നെ മികച്ച വിദ്യാലയങ്ങളുടെ നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. അച്ചടക്കവും രാജ്യസ്നേഹവും നേതൃപാഠവുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്നതിൽ യൂണിറ്റിന്റെ പങ്ക് വളരെ വലുതാണ്. तीनों दिन में बाय चलेगा बाय मोड പ്ലഡ്ജ് കഴിഞ്ഞിട്ടില്ലേ ഇവിടെ പിന്നെ എനിക്കറിയില്ല എടി പ്ലഡ്ജ് കഴിഞ്ഞാന്ന് പറഞ്ഞോ सामने से तेज चल കൊള്ളാല്ലേ ഇവന്മാര് കറക്റ്റാണ് ചെറുതായിട്ട് Pledge. We, the Cadet of National Cadet Corps, do solemnly pledge പത്തി പറയടി that we shall always uphold the unity of India. We resolve to be disciplined and responsible citizens of our nation. We shall undertake positive community service in the spirit of selflessness and concern for our fellow beings. Jai Hind. एक है
ചെയ്യും. സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഗുരുസ്മരണം. NCC കേരളത്തിൽ ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുവാനിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാനിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചൂടുവെക്കുമീ പദങ്ങൾ നിർത്തലോലമാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുവാനിനാമം ഇന്നു വാഴ്ത്തിടാം. സ്വാഗതം ആശംസിക്കുന്നതിനായി സ്വാഗത സംഘം ചെയർമാനും PTA പ്രസിഡന്റുമായ ശ്രീ അഭിലാഷ് ലിസിയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമ്മുടെ സ്കൂളിന്റെ പ്രൗഢഗംഭീരവും വർണ്ണാഭവുമായ ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 25 വർഷമായി നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന NCCയുടെ പാസിംഗ് ഔട്ട് പരേഡ്, അതിന്റെ എല്ലാവിധ ഭാവുകങ്ങളും അനീഷ് സാറിന് ആദ്യം തന്നെ നേരുന്നു. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ പ്രതിബദ്ധതയോടുകൂടി വളരുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതും രാജ്യസ്നേഹവും എല്ലാം തന്നെ വളർന്നു വരുന്ന തലമുറയിൽ കൂടുതൽ അവരെ അത്തരം കാര്യങ്ങളിലേക്ക് തന്നെ കൈപിടിച്ച് നടത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ഇത്തരം സംരംഭങ്ങളിലൂടെ നടക്കാറുണ്ട്. വീടില്ലാത്തവർക്ക് അന്തിയുറങ്ങുവാൻ ഒരു വീട് വെച്ച് നൽകുക, അതേപോലെ തന്നെ പ്രകൃതിയോടുള്ള സൗഹാർദ്ദപരമായ സമീപനത്തിലൂടെ പ്രകൃതി സ്നേഹത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾ ഇടപെടുന്നു എന്നുള്ളതുമെല്ലാം തന്നെ ഏറെ സന്തോഷം നൽകുന്നു. ഞാൻ ഏതായാലും എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വത്തിന്റെ പ്രസിഡന്റും അധ്യാപകനും ദേവസ്വത്തിന്റെ പ്രസിഡന്റ് സ്കൂൾ മാനേജരും ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജയപ്രകാശ് സാറാണ്. സാറിനെ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പിന്നീട് ഇവിടെ നമ്മുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്വീകരിക്കുവാനെത്തിയ വിശിഷ്ട വ്യക്തി കേണൽ സർ ദാമോദരൻ സാറാണ്. അദ്ദേഹത്തിനെ ഇവർക്കും വേണ്ടി യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കുമരകത്തിന്റെ പ്രിയപുത്രിയായി നമ്മുടെ കുമരകംകാർക്ക് ഏറെ അഭിമാനിക്കത്തക്ക രീതിയിൽ കോട്ടയത്തിന്റെ ജില്ലാ പ്രസിഡന്റായി നിലയുറപ്പിക്കുന്ന പ്രിയപ്പെട്ട KV ബിന്ദു ചേച്ചിയെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ അവാർഡ് വിതരണം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദേവസ്വം സെക്രട്ടറി ഏറ്റെടുത്ത കർമ്മപദങ്ങളിൽ കൃത്യതയോടുകൂടി 24 മണിക്കൂറും തന്റെ സേവനം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സെക്രട്ടറി, ദേവസ്വം സെക്രട്ടറി
ശ്രീ ആനന്ദക്കുട്ടൻ സാറിന് യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രഥമ അധ്യാപകരായ പ്രിയപ്പെട്ട സുനിമോൾ ടീച്ചറും അതേപോലെ തന്നെ ഹെഡ് മിസ്സസ് ആയിട്ടുള്ള ശ്രീമതി ഇന്ദു ടീച്ചർ തുടങ്ങിയവരെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജനപ്രതിനിധികളായി ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി കവിത ലാലു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ശ്രീമതി കവിത ലാലുവിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ രാജീവ് ജോസഫ് സാറ്, നാഷണൽ ട്രഷറർ ANO വെൽഫെയർ അസോസിയേഷന്റെ സാറിനെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി സ്കൂൾ മാനേജർ ശ്രീ AK ജയപ്രകാശ് സാറിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ മുഖ്യ അതിഥി, ഇന്ന് ഈ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച കേണൽ ദാമോദരൻ സാർ അവറുകൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുമരകത്തിന്റെ പ്രിയപുത്രി ശ്രീമതി KV ബിന്ദു അവറുകൾ, ഈ യോഗത്തിന് അവാർഡ് വിതരണം ചെയ്യുന്ന ശ്രീ കുമാരമംഗലം ദേവസ്വത്തിന്റെ അനിശ്ചിതനായ സെക്രട്ടറി ശ്രീ KP ആനന്ദക്കുട്ടൻ അവറുകൾ, ഇന്ന് ഇവിടെ ഈ ഒരു വലിയ മാമാങ്കം അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട നമ്മളുടെ അധ്യാപകൻ അനീഷ് സാറിന് നേതൃത്വം നൽകുന്ന സ്കൂളിന്റെ പ്രഥമ വനിതകൾ സുനിമോൾ ടീച്ചർ, ഇന്ദു ടീച്ചർ, വേദിയിലും സാഹസിലുമുള്ള പ്രിയമുള്ളവരെ, ഇന്ന് NCCയുടെ എല്ലാ തത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ക്ഷമ, സഹനശക്തി, രാജ്യബോധം ഇവയെല്ലാം വേദവാക്യമായി പഠിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതുപോലൊരു ചടങ്ങ് എനിക്ക് തോന്നുന്നത് ശ്രീ കുമാരമംഗലം സ്കൂളിന്റെ ആദ്യമായിട്ടുള്ള ഒരു വലിയ ചടങ്ങായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാ രീതിയിലും നമ്മുടെ സ്കൂള് മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ഒരു പൊൻതൂവലായി നമുക്ക് വിളങ്ങട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ പല ഘട്ടങ്ങളിലായി നാഷണൽ ഗോൾഡ് മുതൽ നമ്മൾ മേടിച്ചുകൊണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്കൂളായി തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്കൂൾ അടിക്കടി പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ക്ലാസ് മുറിയിലെ പഠനത്തോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ് മേഖലകളിലും ഗെയിംസ് മേഖലകളിലും അതുപോലെ തന്നെയുള്ള വൈവിധ്യമാർന്ന മേഖലകളിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ മാനസികമായ വളർച്ച ഉൾക്കൊള്ളുന്നതിന് ശ്രീ കുമാരമംഗലം ദേവസ്വം കമ്മിറ്റി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ അധ്യാപകർക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ടും ഇത്തരം വലിയ വലിയ പ്രവർത്തനങ്ങളിലേക്ക് അവരെ വീണ്ടും ക്ഷണിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ, സ്കൂളിന്റെ മാനേജർ ജയപ്രകാശ് സാർ, ഇവിടെ യോഗത്തിലെ ചീഫ് ഗസ്റ്റ് കേണൽ ദാമോദർ, ദേവസ്വത്തിന്റെ ആദരണീയനായിട്ടുള്ള സെക്രട്ടറി ആനന്ദക്കുട്ടൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിലെയും HM ഉൾപ്പെടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരം ഒരു ചടങ്ങിൽ പങ്കാളിയായത്. ഇവിടെ നേരത്തെ സംസാരിച്ചവരെല്ലാം സൂചിപ്പിക്കപ്പെട്ടതുപോലെ NCC നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചിട്ട് 25 വർഷം പൂർത്തിയാകുകയാണ്. ഈ 25 വർഷവും ഇതിന് നേതൃത്വം കൊടുത്തത് അനീഷ് സാറാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത്തരം മനോഹരമായി ഈ ചടങ്ങിനെ മാറ്റിയതും അനീഷ് സാർ തന്നെയാണ്. ആദ്യമേ അനീഷിനോടുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്.
അതോടൊപ്പം തന്നെ ഇവിടെ NCC 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് സ്കൂൾ തലത്തിൽ ഇത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 50-100 കുട്ടികളാണ് NCCയുടെ ഒരു പ്ലാറ്റൂൺ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും അധികം കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു സ്കൂളിന് NCC അനുവദിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജില്ലയിലെ എല്ലാ സ്കൂളിലും ഇത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇതിങ്ങനെ നിലനിന്ന് പോകണമെങ്കിൽ നമ്മുടെ സ്കൂള് കൂടുതൽ മെച്ചപ്പെട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്കൂളിൽ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുന്ന, നമ്മുടെ ജില്ലയിൽ തന്നെ മികവ് പുലർത്തുന്ന ഒരു സ്കൂളാണ് ശ്രീകുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗി സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ രാജ്യസ്നേഹം നമ്മളെല്ലാം വളർത്തിക്കൊണ്ട് വരേണ്ടതാണ്. പുതിയ തലമുറ അത് പ്രത്യേകം നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ സഹജീവികളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സഹജീവികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ വിഷമങ്ങളും ദുരിതങ്ങളും എല്ലാം നമുക്ക് അത് നമ്മളുടേതായി കണ്ടുകൊണ്ട് അവരെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത്. നേതാക്കന്മാരായി നേതൃത്വപരമായിട്ടുള്ള ക്യാമ്പുകളിലും അത്തരം നേതൃത്വപരമായിട്ട് ഉയർന്നു വരുന്നതിനാവശ്യമായിട്ടുള്ള ക്യാമ്പുകളെല്ലാം NCC ക്യാമ്പുകളിൽ കൊടുക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അത്തരം കുട്ടികൾ അതിന് നമുക്ക് മാതൃകയായിട്ട് തന്നെ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന കുട്ടികളും നമുക്കുണ്ടെല്ലാം അറിയാം. ഇവിടെ നമ്മുടെ കുമരകത്ത് തന്നെ ഏറ്റവും എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു അനുഭവം, നമ്മുടെ NCC നമ്മുടെ ഇവിടെ കുമരകം മുഴുവൻ വെള്ളത്താൽ മുങ്ങിയ ഒരു വർഷമുണ്ടായിരുന്നു. ആ വർഷം വെള്ളം എല്ലാം ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് നമ്മളുടെ വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള കുമരകത്തെ കുടുംബങ്ങളിലെ വീടുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ലോഷൻ ഈ NCCയിലെ കുട്ടികൾ തന്നെ ഇരുന്ന് ഉണ്ടാക്കി എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കുന്ന ഒരു അനുഭവമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സഹജീവികളെ സഹായിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വീടില്ലാത്ത ഒരു കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുക്കുന്നതിന് കൈത്താങ്ങായി NCCയുടെ കേഡറ്റുമാർ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഉള്ള പരിപാടികളിലും ഇവരെല്ലാം പങ്കാളികളായിട്ടുണ്ട്. അതെല്ലാം ഒരുപക്ഷെ ഇവരുടെയൊക്കെ ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ്ങുകളിൽ നിന്ന് കിട്ടുന്ന പ്രചോദനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കുമരകംകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രളയം ഒക്കെ വരുമ്പോഴാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പരസ്പരം സഹായിക്കാൻ നമ്മൾ പ്രളയം വരുന്ന സമയത്ത് ഒരു ക്യാമ്പുകളിൽ ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പരം സഹായിക്കുവാനുള്ള മനസ്സ് അവിടെ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് എല്ലാ സമയത്തും രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ രാജ്യത്തുള്ള എല്ലാ ആളുകളെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അത് തീർച്ചയായിട്ടും പുതിയ തലമുറ കടമ ഏറ്റെടുക്കേണ്ടതാണ്. അത്തരമൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന 25 വർഷക്കാലവും ഇതിന്റെ പാസിംഗ് ഔട്ട് പരേഡുകളിൽ അതിൻ്റെയൊക്കെ ചെറിയ ഭാഗമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അതിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ കുമരകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പരിപാടിയായിട്ടാണ് ഇവിടെ ഇന്ന് ഈ പരിപാടി മാറിയിട്ടുള്ളത്. വരും വർഷങ്ങളിലും ഇതുപോലെ തന്നെ വലിയ ആവേശകരമായിട്ട് ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നം ഉണ്ട്. ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇതിന് ട്രെയിനിങ് കൊടുത്ത അധ്യാപകരുടെ ഉണ്ട്. എല്ലാവരുടെയും പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. कमांडिंग ऑफिसर कर्नल दामोदर पीर 2 शब्द कहने के लिए आदर के साथ आमंत्रित करती हूँ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ,
നമ്മുടെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KV ബിന്ദു, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ AK ജയപ്രകാശ്, സ്കൂൾ മാനേജറും കൂടിയാണ്, ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ KP ആനന്ദകുട്ടൻ സർ, NCC PA സ്റ്റാഫ്, അസോസിയേറ്റഡ് NCC ഓഫീസേഴ്സ്, അതിൽ നമ്മുടെ രാജീവ് സർ അഖിലേന്ത്യാ നേതാവ് കൂടിയാണ് ANO അസോസിയേഷൻ്റെ, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ഹെഡ് മിസ്റ്റേഴ്സ്, മറ്റ് വിശിഷ്ട വ്യക്തികൾ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ഒരു കേഡറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തത് കേണൽ ദാമോദരൻ സാറിനെ ആമന്ത്രിत करती हूं എന്നാണ്. കാരണം അവർക്കറിയാം എനിക്ക് മലയാളം അത്ര വശമില്ലാന്ന്. അപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കഴിഞ്ഞ 34 വർഷമായിട്ട് ഞാൻ കേരളത്തിന് വെളിയിലാണ്, ആദ്യമായിട്ടാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മലയാളം പറഞ്ഞ അത്ര വശമില്ല, അതുകൊണ്ടൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. NCC അല്ലെങ്കിൽ നാഷണൽ കേഡറ്റ് കോർ എന്ന് പറയുന്നത് 1948 ഒരു പാർലമെന്റ് ആക്ട് മുഖാന്തരമാണ് രൂപീകൃതമായത്. ഞാനിത് എടുത്തു പറയാൻ കാരണം പലർക്കും അറിയില്ല എന്താണ് NCC പ്രസക്തി, അത് എങ്ങനെയാണ് NCC വന്നിട്ടുള്ളതെന്ന്. ഈവൻ നമ്മുടെ ക്യാമ്പുകളിലൊക്കെ വരുന്ന ജനപ്രതിനിധികളായിട്ടുള്ള MP മാർക്ക് പോലും ചിലപ്പോൾ അറിയില്ല, പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട്. 1948 പാർട്ട് ഓഫ് പാർലമെന്റ് ത്രൂ ആണ് NCC നിലവിൽ വന്നത്. ഇതിപ്പോൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വോളണ്ടറി യൂണിഫോംഡ് യൂത്ത് ഓർഗനൈസേഷനാണ് നാഷണൽ കേഡറ്റ് കോർ. ആ നാഷണൽ കേഡറ്റ് കോറിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വരാൻ കഴിയാനും അതുപോലെ തന്നെ 16 കേരള ബറ്റാലിയന്റെ കമാൻഡിംഗ് ഓഫീസറായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് സേവനമനുഷ്ഠിക്കാനും കഴിഞ്ഞൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് 23 സ്കൂളുണ്ട് 16 കേരള ബറ്റാലിയനിൽ. അതിൽ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ യാതൊരു സങ്കോചമില്ലാതെ പറയാവുന്ന ഒരു സ്കൂളാണ് SKM ഹയർ സെക്കൻഡറി സ്കൂൾ കുമരകം. നമ്മൾ NCC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ അറിയാം, രക്ഷകർത്താക്കൾക്ക് പ്രത്യേകിച്ച് അറിയാം, സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവർക്കൊരു സിലബസ് ഉണ്ട്, അവർക്കൊരു കരിക്കുലം ഫോളോ ചെയ്യാൻ ഒരു അക്കാഡമിക് ഷെഡ്യൂൾ ഉണ്ട് അവർക്കുണ്ട്. അതുപോലെ തന്നെയാണ് പാഠ്യേതര വിഷയമായിട്ടുള്ള NCCക്ക് ഒരു സിലബസ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ NCCയിൽ ചെയ്യുന്നത് 3 തരത്തിലുള്ള ആക്ടിവിറ്റീസാണ്. ഒന്ന് നമ്മളുടെ ട്രെയിനിങ് ആക്ടിവിറ്റീസാണ്. അത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെയുള്ള അനീഷ് സാറാണ് ഇവിടുത്തെ ചെയ്യുന്നു. അവർ കുട്ടികളെ പഠിപ്പിക്കുന്നു. കോമൺ സബ്ജക്റ്റ് ആയിട്ടുള്ള നാഷണൽ ഇൻ്റഗ്രേഷൻ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, മിലിറ്ററി ഹിസ്റ്ററി, ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിപ്പിക്കുന്നത് ANO സാറാണ്. അതിനുശേഷം നമുക്കൊരു സ്പെഷ്യൽ സബ്ജക്ട്സ് ഉണ്ട്. അത് നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ കേരള ബറ്റാലിയനിലുള്ള ആർമി സ്റ്റാഫ് ഇവിടെ കാണാം യൂണിഫോം ഇട്ടിരിക്കുന്നത്. അവരാണ് നിങ്ങളുടെ സ്പെഷ്യൽ സബ്ജക്ട്സ് ആയിട്ടുള്ള മാപ്പ് റീഡിങ്, ഡ്രില്ല്, കമ്മ്യൂണിക്കേഷൻ, ഫീൽഡ് ക്രാഫ്റ്റ്, അതായത് യുദ്ധകലയോട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പഠിപ്പിക്കുന്നു. ഇതിനു പുറമെ നമുക്ക് ക്യാമ്പുണ്ട്. അത് യൂണിറ്റിൻ്റെ നേതൃത്വം നടക്കുന്ന ക്യാമ്പുണ്ട്, നമ്മുടെ ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടറിൻ്റെ നേതൃത്വം നടക്കുന്ന ക്യാമ്പുണ്ട്, നമ്മുടെ ഡയറക്ടറേറ്റ് ഭാഗമായിട്ട് നടത്തുന്ന ക്യാമ്പുണ്ട്. അതിനു പുറമെ അഖിലേന്ത്യാ തലത്തിലുള്ള ക്യാമ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഒരു കേഡറ്റിന് ഈ 2 വർഷത്തെ ട്രെയിനിങ്ങിൽ 2ാമത്തെ വർഷമാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടുക. ഈ ട്രെയിനിങ് ആക്ടിവിറ്റീസിന് പുറമെ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും NCCയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ആണ് JNV കുളമാവിൽ ട്രക്കിംഗ്, നാഷണൽ ലെവലിലുള്ള ട്രക്കിംഗ് എക്സ്പെഡിഷൻ നടത്തിയത്. ക്യാമൽ സഫാരി ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്. നമ്മുടെ കാഡറ്റ്സുകൾ ഒരുപാട് മൗണ്ടെയിൻസ് കയറിയിട്ടുണ്ട്. NCC ടീം മൗണ്ട് എവറസ്റ്റ് സ്കെയിൽ ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് അറിയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് NCC കാഡറ്റ്സുകൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഗ്രൂപ്പിനെ എപ്പോഴും അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് സ്പോർട്സ് ഷൂട്ടിംഗ്. സ്പോർട്സ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ നല്ല പ്രകടനമാണ് നമ്മുടെ കാഡറ്റ്സുകൾ കാഴ്ചവെക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലായിരുന്നിട്ട് പോകുന്നു. പിന്നെ 3ാമത് ഉള്ള ഒരു NCCയുടെ പില്ലർ എന്ന് പറയുന്നതാണ്, ഈ സ്കൂള് പ്രത്യേകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം. നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. ഇപ്പോൾ 2 പ്രാസംഗികർ എനിക്ക് ഇതിനു മുമ്പായിട്ട് സൂചിപ്പിക്കണ്ടായി. നമ്മുടെ ഈ സ്കൂൾ NCC കേഡറ്റുകൾ വീടില്ലാത്ത ഒരു അർഹതപ്പെട്ട ഒരു
അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കേണ്ടത്. ഇതൊക്കെ സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട് വരികയാണ്. എനിക്കറിയാം, അന്വേഷ സാറിനോട് പറയും, സാറേ എനിക്ക് ഇവിടെ ഒരു വൃദ്ധസദനമുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എനിക്ക് അവിടെ പോയിട്ട് അവർ സഹായിക്കണമെന്നുണ്ട്. അപ്പോൾ അവർ കുട്ടികളുമായിട്ട് പോകുന്നു, അവരോട് ഇന്ററാക്ട് ചെയ്യുന്നു, അവർക്ക് തങ്ങളെ കഴിയുന്ന സഹായം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സമൂഹത്തോടുള്ളൊരു കമ്മിറ്റ്മെന്റ്, ഒരു പ്രതിബദ്ധത അതുകൂടി നിർവഹിക്കാനുള്ള ഒരു വേദിയാണ് NCC പ്രദാനം ചെയ്യുന്നത്. പിന്നെ ഈ സ്കൂളിനെ പറ്റി പറയാൻ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു പുനീത് സാഗർ അഭിയാൻ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം നമ്മുടെ NCCയിൽ നാഷണൽ ലെവലിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ മുഖ്യമായ ഉദ്ദേശം എന്നുള്ളത് ഈ ബീച്ചസ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ ഉള്ളത് കായലാണ്. അപ്പൊ അനീഷ് സാർ എപ്പോഴും മുന്നിട്ടിറങ്ങും കേഡറ്റ്സുമായിട്ട് ഇവിടെ ഓരോ ബോട്ട് ചെട്ടിയായാലും അല്ലെങ്കിൽ ഈ കൈത്തോടുകളൊക്കെ ആയാലും അതിലൊക്കെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഇവിടുത്തെ കേഡറ്റ്സുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്കറിയാം ഒരു NCC കേഡറ്റ് എങ്ങനെയാണ് വളർന്നു വരുന്നത്. അധ്യക്ഷ പ്രസംഗ പറഞ്ഞതുപോലെ പൗരബോധമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ NCCക്ക് അഭികാമ്യമായ ഒരു പങ്കുണ്ട്. ഞങ്ങളുടെ NCCയുടെ സോങ് നിങ്ങളിപ്പോൾ കേട്ട് കാണും, ഹംസ ഭാരതീയ എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ടൊരു ദേശബോധം ഉണർത്തുക. ഇപ്പൊ നമ്മൾ പറയല്ലോ, ഭാരതം എന്ന് കേട്ടാലോ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂർണ്ണമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകൾ. അപ്പൊ നമ്മുടെ കുമരകത്തെയും നമ്മുടെ കേരളത്തെയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതിൽ ഒരു പടി ഉയർന്ന് ഭാരതം എന്ന നമ്മുടെ ദേശത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ കേഡറ്റ്സിന് കൈവരുന്നത്. അവർ നാഷണൽ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പിന്റെ ഭാഗമായിട്ട് അവർ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന കേഡറ്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് അല്പം കൂടെ വിപുലമായ ഒരു കാഴ്ചപ്പാട് ആണ് ഭാരതത്തെ കുറിച്ച് ലഭിക്കുക. ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ANO ആയിട്ടുള്ള അനീഷ് സാറിനോടാണ്. അനീഷ് സാർ ഇവിടെ ഒത്തിരി വർഷമായിട്ട് NCC ചുമതലയുള്ള ഒരു അസോസിയേറ്റഡ് NCC ഓഫീസറാണ്. വളരെ ശ്ലാഘനീയമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, വളരെ പ്രോ ആക്റ്റീവാണ്. എനിക്കൊരിക്കലും ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഓൺലൈനാണ് നിങ്ങൾക്ക് യൂണിഫോം അലവൻസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചില ഡാറ്റയൊക്കെ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സാറിനോട് പറയുമ്പോൾ സാറ് അത് പാതിരാത്രി ആയാലും ഇവിടെ സാറിന് പറ്റുന്നില്ല എങ്കിൽ ഇവിടെയുള്ള അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി കുട്ടികളുടെ ഡാറ്റയൊക്കെ അപ്ലോഡ് ചെയ്യാനും ഒക്കെ എപ്പോഴും എത്ര ബിസി ഷെഡ്യൂളാണെങ്കിലും മുന്നിട്ടിറങ്ങുന്ന ഒരു NCC ഓഫീസറാണ്. ദി സ്കൂൾ ഈസ് ബ്ലെസ്ഡ് ടു ഹാവ് സച്ച് ആൻ NCC ഓഫീസർ വിത്ത് യു. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഒരു പാസിംഗ് ഔട്ട് പരേഡ് ഇവിടെ നടത്തിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അധ്യാപകർക്കറിയാം, പാരൻസിനറിയാം, നമ്മൾ എന്തിനാണ് സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത്. അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വ്യക്തിത്വ വികസനമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് റൂമുകൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ ഒരു NCC കേഡറ്റ് സംബന്ധിച്ചോളം അവരുടെ നോഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ ആ ഡൈവേഴ്സിറ്റി നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഇപ്പൊ ഈ പരേഡ് നയിച്ച കേഡറ്റ് ദേവനന്ദ ആയാലും 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇവിടെ ഈശ്വര പ്രാർത്ഥന ചെയ്തതും കേഡറ്റ്സുകളാണ്, പൈലറ്റായിട്ട് വന്നതും കേഡറ്റ്സുകളാണ്. അതുപോലെ തന്നെ ഇവിടെ പരേഡ് നടക്കുമ്പോൾ അതിന് ഡ്രം ബീറ്റ് ചെയ്ത അവരും കേഡറ്റ്സുകളാണ്. അപ്പോൾ വിവിധങ്ങളായ റോളുകളാണ് അവർ ചെയ്യുന്നത്. അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു നല്ല ലോഞ്ചിങ് പാഡ്, ഒരു ഡിഫറെന്റ് പ്ലാറ്റ്ഫോമാണ് അവർക്ക് കിട്ടുന്നത്. മറ്റു പല കുട്ടികൾക്കും കിട്ടാത്ത ഒരു ലോഞ്ച് പാഡാണ് അവർക്ക് കിട്ടുന്നത്. ദേ ആർ വേ അഹെഡ് കമ്പയർഡ് ടു അതർ സ്റ്റുഡൻസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ NCC ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ വേണം. അതോടൊപ്പം തന്നെ ഈ പാസിംഗ് ഔട്ട് പരേഡും മറ്റു പരിപാടികളും വളരെ ക്ലിനിക്കൽ പ്രശ്നത്തോടു കൂടി അല്ലെങ്കിൽ മെഡിക്കൽ പ്രശ്നത്തോട് നടത്തിയ ഇവിടുത്തെ എല്ലാ ഈ പ്രോഗ്രാം കൺവീനർ അല്ലെങ്കിൽ PTA പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ പ്രയാൻ സാറിനും അതുപോലെ തന്നെ സാറിന്റെ പേരെന്താണ്, ജയപ്രകാശ് സാറല്ല, അഭിലാഷ് പി സാറിനും അദ്ദേഹത്തിന്റെ ടീമിനും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസ നേരുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരമംഗലം ദേവസ്വത്തിന്റെ പ്രസിഡന്റും സ്കൂൾ മാനേജരുമായ പ്രിയപ്പെട്ട ജയപ്രകാശ് സാറ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കുമരകത്തിന്റെ സ്വന്തം എന്നവകാശപ്പെടാവുന്ന
കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ആദരണീയയായ പ്രസിഡന്റ് ശ്രീമതി KV ബിന്ദു അവറുകൾ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച PTA കരുത്തനായ പ്രസിഡന്റ് അഭിലാഷ്, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സുനിമോൾ ടീച്ചർ, HM ഇന്ദു ടീച്ചർ, ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത ലാലു, ശ്രീ രാജീവ് ജോസഫ്, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ മായ സുരേഷ്, അതിലുപരി ഇന്ന് ഈ പാസിംഗ് ഔട്ട് പരേഡ് ഈ വിധം പ്രൗഢ ഗംഭീരമാക്കി തീർത്ത ഈ സ്കൂളിന്റെ അഭിമാനമായ അസോസിയേറ്റിംഗ് NCCയുടെ ഓഫീസർ കൂടിയായ ബഹുമാനപ്പെട്ട അനീഷ് സാറ്, മറ്റ് ഈ പരിപാടി വിജയിപ്പിക്കാനെത്തിയ ഈ സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകരുണ്ട്. അതുപോലെ സ്കൂളിലെ അധ്യാപകര്, വിശിഷ്യ ശ്രീകുമാരമംഗലം പബ്ലിക് സ്കൂളിലെ അധ്യാപകർ, മറ്റ് സ്റ്റാഫ്, ശ്രീകുമാരമംഗലം ദേവസ്വത്തിന്റെ കമ്മിറ്റി അംഗങ്ങൾ, ശാഖായോഗം ഭാരവാഹികൾ, നല്ലവരിൽ നല്ലവരായ നാട്ടുകാർ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. കാരണം 25 വർഷം കാലമായ NCCയുടെ ഒരു പാസിംഗ് ഔട്ട് പരേഡ് ഇന്നിവിടെ സംഘടിപ്പിച്ചതിൽ ഞങ്ങൾക്ക് ദേവസ്വം കമ്മിറ്റിക്ക് അതിയായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അനീഷ് സാറിനറിയാം, അനീഷ് സാർ ഇവിടെ ഉണ്ട്. ഈ കമ്മിറ്റി അധികാരത്തിൽ വന്ന അന്ന് അല്ലെ അതിനുശേഷം തന്നെ അനീഷ് സാറിനോട് നമ്മൾ ആവശ്യപ്പെട്ടതാണ്, ഇങ്ങനെ ഓരോ വർഷവും NCCയുടെ ഇത് കഴിഞ്ഞ് അല്ലെ പരിപാടി കഴിഞ്ഞ് അവസാനിപ്പിച്ച് പോകുന്നതിന് നമുക്കൊരു അവരുടെ പൂർണ്ണതയിലെത്തുന്ന ഒരു പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിക്കണമെന്ന്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ അനീഷ് സാർ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പരിപാടി ഇന്നിവിടെ പ്രൗഢഗംഭീരമായി നടത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പോലീസിൽ നിന്നും വിരമിച്ച ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡ് തൃശ്ശൂരിലായിരുന്നു, രാമവർമ്മപുരം. ആ പാസിംഗ് ഔട്ട് പരേഡിനെ വെല്ലുന്ന തരത്തിൽ അല്ലെ അതിന് സാദൃശ്യമാകുന്ന തരത്തിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ട്, ഗുരുദേവന്റെയൊക്കെ അനുഗ്രഹവും ചൈതന്യവുമുള്ള ഈ ഗ്രൗണ്ടിൽ ഇതുപോലെ സംഘടിപ്പിച്ചത് നിസ്സാര ഒരു കാര്യമായി കാണാൻ സാധിക്കുകയില്ല. അനീഷ് സാർ ഇതിന്റെ സംഘാടക സമിതി രൂപീകരിച്ചതിന് ശേഷം അനീഷ് സാർ ചെറിയൊരു ആശങ്ക എന്നോട് പറഞ്ഞു, സെക്രട്ടറി നമുക്ക് ഇതൊന്ന് മാറ്റിവെച്ചാലോ എന്ന് ഒരു ആശങ്ക, മറ്റു ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, ദേവസ്വം കമ്മിറ്റി ഇതിന്റെ പിന്നിലുണ്ട്, എന്ത് കാര്യങ്ങളുണ്ടായാലും അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം കമ്മിറ്റിക്ക് ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ശരിയെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വലിയൊരു ദീർഘമായ പ്രസംഗത്തിനുള്ള ഒരു വേദിയല്ലെന്ന് മനസ്സിലാക്കുന്നു. ശ്രീകുമാരമംഗലം ദേവസ്വത്തിന്റെ കീഴിലുള്ള സ്കൂളുകൾ ഇന്ന് വലിയൊരു തരത്തിലുള്ള വിജയത്തിന്റെ പാതയിലാണ്. ഒരുപാട് നേട്ടങ്ങൾ ഈ 2 വർഷം കൊണ്ട് നേടിയിട്ടുണ്ട്. ഇതിനു മുമ്പും പല നേട്ടങ്ങളും സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മറന്നുകൊണ്ടല്ല. എന്തായാലും ഈ 2 വർഷക്കാലം ഒരിക്കലും ഉണ്ടാകാത്ത നേട്ടങ്ങൾ, ദേശീയ പുരസ്കാരങ്ങൾ തേടിയെത്തുക, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിനെ സബ് ജില്ലാ തലത്തിൽ മികച്ച സ്കൂളായി, ബെസ്റ്റ് സ്കൂളായി ഉള്ള അവാർഡ് കിട്ടുക, അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള നേട്ടങ്ങൾ, അതിനെല്ലാം ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ജയപ്രകാശ് സാറിന്റെ പാഠവും കഴിവ്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ തലത്തിലുള്ള നേട്ടങ്ങളും കഴിവുകളും അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വിനിയോഗിച്ചു വരുന്നു. അദ്ദേഹമാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മാർഗദർശിയായും ഞങ്ങൾക്ക് വഴികാട്ടുകയും ഞങ്ങളെ നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ കാര്യം കൂടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നേട്ടങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെന്ന് കൂടി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ നേട്ടങ്ങളുടെ പ്രധാന കാരണക്കാരി സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ഈ അവസരം പറയാൻ യാതൊരുവിധ മടിയുമില്ല. അധ്യാപകരുടെ കർമ്മനിരതമായ അവരുടെ പ്രവർത്തനമാണ്, അവരുടെ ഇച്ഛാശക്തിയോടുള്ള സമീപനം, കുട്ടികളോടും സ്കൂളിനോടുമുള്ള ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും, അത് ഞങ്ങളുടെ സ്വന്തം സ്കൂളാണ്, ഞങ്ങളുടെ കുട്ടികളാണ്, ഞങ്ങളെ അവരുടെ മാതാപിതാക്കളാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അവരെ നയിക്കുന്നത് കൊണ്ടാണ് ഈ സ്കൂളിൽ ഇത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.
അടുത്തതായി അവാർഡ് വിതരണം ചെയ്യുന്നതിന് 16 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ദാമോദരൻ പി ക്ഷണിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി പരേഡ് കമാൻഡർ സർജൻ ശ്രീനന്ദ അനിനെ ക്ഷണിക്കുന്നു. പ്രിയ രക്ഷിതാക്കളെ, ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി നമ്മുടെ സ്കൂളിലെ ആയി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്ന അനീഷ് സാറിനെ നമ്മുടെ രക്ഷകർത്താക്കളെ ആദരിക്കുന്നതിന് വേണ്ടി ദാമോദർ സാർ ക്ഷണിച്ചിരുന്നു. मेरी ज़मीं अफसोस नहीं जो तेरे लिए 100 दर्द सहे, महफूज रहे तेरी आन सदा, चाहे जान मेरी ये रहे ना रहे. मेरी ज़मीं महबूब मेरी, मेरी नस नस में तेरा इश्क बहे, फीका ना पड़े कभी रंग तेरा, जिस्मों से निकल के खून कहे. പ്രിയമുള്ളവരെ, 16 കേരള ബറ്റാലിയൻ NCCയുടെ കമാൻഡിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ SKMHSSന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിതാന്തം ഇടപെടുകയും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി SKM ഹയർ സെക്കൻഡറി സ്കൂളിനെ 16 കേരള ബറ്റാലിയൻ NCCയിലെയും കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിലെയും ഏറ്റവും മികച്ച വിദ്യാലയങ്ങളുടെ നിരയിലേക്ക് കൈപിടിച്ചുയർത്താൻ പ്രേരക ശക്തിയായ കേണൽ ദാമോദർ പി അവറുകൾക്ക് ശ്രീകുമാരമംഗലത്തിന്റെ ആദരവ് അർപ്പിക്കുകയാണ്. ആദരവ് നൽകുന്നതിനായി ബഹുമാന്യയായ പ്രിൻസിപ്പൽ സുനിമോളസ്, ആദരണീയയായ HM ശ്രീമതി KM ഇന്ദു എന്നിവരെ ക്ഷണിക്കുന്നു. ऐ मेरी ज़मीं अफसोस नहीं जो तेरे लिए 100 दर्द सहे, महफूज रहे तेरी आन सदा, चाहे जान मेरी ये रहे ना रहे. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പരിശീലനത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ PI സ്റ്റാഫ് ഹവീൽദാർ AM ആനന്ദ് സാറിന് കമാൻഡിംഗ് ഓഫീസർ അവാർഡ് നൽകുന്നതാണ്. അവാർഡ് നൽകുന്നതിനായി കമാൻഡിംഗ് ഓഫീസർ കേണൽ ദാമോദർ പി അവറുകളെയും ഏറ്റുവാങ്ങുന്നതിനായി ഹവീൽദാർ ആനന്ദ് AM-നെയും ക്ഷണിക്കുന്നു. ऐ मेरी ज़मीं अफसोस नहीं जो तेरे लिए 100 दर्द सहे, महफूज रहे तेरी आन सदा, चाहे जान मेरी ये रहे ना रहे. मेरी ज़मीं महबूब मेरी, मेरी नस नस में तेरा इश्क बहे, फीका ना पड़े कभी रंग तेरा, जिस्मों से निकल के खून कहे. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി സർജൻ ദേവൻജി അനിലിനെ ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിനായി ദേവസ്വം സെക്രട്ടറി ശ്രീ KP ആനന്ദകുട്ടൻ സാറിനെയും ക്ഷണിക്കുന്നു. ഓൾ ഇന്ത്യ ട്രക്കിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത സർജൻ അർജുൻ രാജേഷിനെ അവാർഡ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KV ബിന്ദു അവരുകളെ ക്ഷണിക്കുന്നു. മികച്ച രീതിയിൽ ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡ് സെറമണിയിൽ പൈലറ്റായി സേവനമനുഷ്ഠിച്ച കല്യാണി രഞ്ജിത്ത്, ഗൗതമി MR എന്നിവരെ അവാർഡ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അടുത്ത പ്ലാറ്റൂൺ 1-ന്റെ ലീഡറായി പ്രവർത്തിച്ച കോർപ്പറൽ ആദിത്യ അനീഷ്, നാഷണൽ ഫ്ലാഗ് ഹോൾഡേഴ്സായി സേവനമനുഷ്ഠിച്ച നകുൽ K അനീഷ്, അശ്വിൻ സേതു, ദുർഗാനാഥ് KP എന്നിവരെ ക്ഷണിക്കുന്നു.
അടുത്തതായി NCC ഫ്ലാഗ് ഹോൾഡേഴ്സായി സേവനമനുഷ്ഠിച്ച ദേവലക്ഷ്മി മനു, സ്വർണ സത്യൻ, കൃഷ്ണ സാജൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ആശംസാ പ്രസംഗത്തിന് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സുനിമോൾ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ ജയപ്രകാശ് സാർ, യോഗ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KV ബിന്ദു, നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയ കേണൽ P ദാമോദരൻ അവർകൾ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയമുള്ളവരെ, നമ്മുടെ സ്കൂളിലെ NCC യൂണിറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് വളരെ ഗംഭീരമായ ചടങ്ങുകളോടെ നടന്നിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു NCC യൂണിറ്റാണ് നമ്മുടെ സ്കൂളിലുള്ളതെന്ന് നമ്മുടെ കേണൽ ദാമോദർ അവർകൾ ഇപ്പോൾ നമ്മളോട് അറിയിച്ചത് നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ ഒരു അവസരത്തിൽ ഇത്ര പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലും നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ പരിശീലിച്ച് വളരെ ഭംഗിയായി തന്നെ അവരുടെ പരേഡ് അവതരിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഈ 25 വർഷക്കാലവും നമ്മുടെ സ്കൂളിലെ NCC യൂണിറ്റിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ അനീഷ് സാറിനും പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഈ NCC യൂണിറ്റിൽ പ്രവർത്തിച്ച് നിങ്ങൾ നേടിയ മൂല്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എല്ലാ NCC കേഡറ്റുകളോടും എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പരിപാടിക്ക് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി KM ഇന്ദു ടീച്ചറിനെ ക്ഷണിക്കുന്നു. നമസ്തേ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയ ജയപ്രകാശ് സാറ്, യോഗം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ KV ബിന്ദു അവറുകള്, കേണൽ ദാമോദർജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വളരെ അഭിമാനത്തോടുകൂടിയും അതിലേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയെ ഞങ്ങൾ സ്കൂളിലുള്ള ഓരോ ജീവനക്കാരും നോക്കിക്കാണുന്നത്. അതോടൊപ്പം എനിക്ക് ഇന്ന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും പറയുവാനുള്ളത്, നിങ്ങളുടെ സെലക്ഷൻ ഒരിക്കലും തെറ്റിയിട്ടില്ല. തീർച്ചയായും ഈ സ്കൂളിൽ നിങ്ങൾ വന്ന് എത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് മറ്റൊരു NCC കേഡറ്റിനും കിട്ടാത്ത അസുലഭ അവസരം നിങ്ങൾക്ക് ലഭിച്ചത്. തീർച്ചയായും NCCയിലൂടെയും സ്കൗട്ട് ആൻഡ് ഗൈഡിലൂടെയും അതുപോലുള്ള നിരന്തര സേനകളിലൂടെയും ശ്രീകുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂള് പാഠ്യേതര പദ്ധതികളിലൂടെ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളും കുട്ടികൾക്ക് കൊടുക്കുന്ന കഴിവുകളും മഹത്തായതാണ്. ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും കുട്ടികൾ കൂടുതൽ ജീവിത വിജയം നേടി ഉത്തമ പൗരന്മാരായി മാറട്ടെ, അവരിലൂടെ മാതാപിതാക്കളും സ്കൂളും നാടും ഒക്കെ അറിയപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഏറെ നന്ദിയോടുകൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് ANO വെൽഫെയർ അസോസിയേഷൻ നാഷണൽ ട്രഷറർ ശ്രീ രാജീവ് ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വെയിൽ ഉറച്ചു വരുന്നു, തണലത്തിരിക്കുന്നവർക്ക് പോലും ചൂടാണ്. പക്ഷേ അങ്ങേയറ്റം ചൂടേറിയ ഒരു പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞു പോയതിന്റെ തൊട്ട് പിന്നാലെ കിട്ടിയ ഈ ആശംസ പ്രസംഗത്തില് 2-3 പേരെ അകമഴിഞ്ഞ് അഭിനന്ദിക്കാതെ ഈ സംസാരം അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് 2-3 മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിച്ചോളാം. എനിക്ക് തോന്നുന്നു 25 വർഷത്തെ NCC പാരമ്പര്യമുള്ള ഈ സ്കൂളിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡില് മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച അനീഷ് സാറിനും അദ്ദേഹത്തിന്റെ കേഡറ്റ്സിനും അർഹിക്കുന്ന ഒരു കയ്യടി കിട്ടാഞ്ഞതുപോലെ ഒരു തോന്നല് ഇല്ല. ഇപ്പോഴല്ല തുടങ്ങുന്നത്. ഞാൻ പറയുന്നു, അനീഷ് സാറിന്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഒന്ന് കൈയടിക്കാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും കൈയടിക്കണം. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ കമാൻഡിംഗ് ഓഫീസർ കേണൽ ദാമോദരൻ സാർ സൂചിപ്പിച്ചതുപോലെ 35 സ്ഥാപനങ്ങളാണ് ഈ 16 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ളത്. അതിൽ
13 കോളേജാണ്, 2 +2 സ്കൂളുകളാണ്, ബാക്കിയാണ് സ്കൂളുകൾ. അതിൽ കേണൽ ദാമോദരൻ സാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ഈ സ്കൂൾ എന്നത് ഏറെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അത് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ ഒരാളായതുകൊണ്ട് വിശ്വസിക്കാം. കാരണം ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പില് നിശബ്ദമായ എന്നാൽ തികച്ചും അച്ചടക്കമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരാളാണ് അദ്ദേഹം. കാരണം വലിയ ഒച്ചബഹവുമില്ല, പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യും. ഏതൊരു പ്രവർത്തനമാണെങ്കിലും പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രാവർത്തികമാക്കി അതിന്റെ ഫോട്ടോസും വീഡിയോസും ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അനീഷ് സാറിന്റെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു. ചിലപ്പോൾ അപ്പോഴായിരിക്കും ഞങ്ങളൊക്കെ പ്രവർത്തനം തുടങ്ങാൻ പോലും ചിന്തിക്കുന്നത്. മാർച്ച് 31 സ്കൂൾ അടച്ച് കുട്ടികളെല്ലാം വീട്ടിലായിരിക്കുന്ന സമയം ഈ പ്രവർത്തനങ്ങൾ ഇവിടെ അവധിക്കാലത്ത് ചിട്ടയോടുകൂടി പ്രാക്ടീസ് ചെയ്ത് ഇന്നിത് പ്രവർത്തന പദത്തിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ആ ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഏറെ ഊഹിക്കാം. ഇനിയാണ് നമ്മൾ കൈയടിക്കേണ്ടത് ഈ ശ്രീകുമാരമംഗലം സ്കൂളിന്റെ അസോസിയേറ്റ് NCC ഓഫീസറായ നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് സാറിനെ നമ്മൾ അകമൊഴുകുന്ന കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ ഈ കേഡറ്റ്സ് മിക്കവാറും എല്ലാവരും അച്ഛന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ബന്ധുവീടുകളിലും ഒക്കെ ആയിരിക്കുമ്പോൾ കുറേയേറെ ദിവസങ്ങൾ ഈ കനത്ത ചൂടില്, ഈ കനത്ത വെയിലില്, ഇതേ ഗ്രൗണ്ടില്, ഇതേ യൂണിഫോമില്, ഇതേ മാർച്ച് പാസ്റ്റ് ഒക്കെ എത്ര തവണ പ്രാക്ടീസ് ചെയ്ത് കാണുമെന്നുള്ളത് മുമ്പ് പല പാസിംഗ് ഔട്ട് പരേഡുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള എനിക്കറിയാം. അപ്പോ ഇവരുടെ രക്ഷിതാക്കള്, ഇവരുടെ ബന്ധുമിത്രാദികള്, ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവര്, അതേപോലെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ഈ സ്കൂളിന്റെ ഹെഡ് മിസ്റ്റേഴ്സിനെയും പ്രിൻസിപ്പലിനെയുമാണ്. കാരണം അതുപോലെ ഇവിടുത്തെ അധ്യാപകരെയും. കാരണം നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയില്ലാതെ ഇത്തരം ഒരു പ്രവർത്തനം ഇവിടെ നടക്കുകയില്ല. അപ്പോ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ, ഹെഡ് മിസ്റ്റേഴ്സിനെ, ഇവിടുത്തെ അധ്യാപകരെ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഈ കേഡറ്റുകളെയും അവരുടെ രക്ഷിതാക്കളെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് നല്ലൊരു കൈയടി നമുക്ക് നൽകാം. അനുദിന സാധാരണമായ പ്രവർത്തനമാണ് അനീഷ് സാറ് കഴിഞ്ഞ ഏറെ കാലങ്ങളായിട്ട് നടത്തി വരുന്നത്. അതില് ഇന്ന് ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നി. കാരണം ഒന്ന്, ഭവനരഹിതയായ ഒരു അമ്മയ്ക്ക് ഒരു വീട് വെച്ച് നൽകിയെന്ന് പറയുമ്പോൾ ഒരു സ്കൂളിന്റെ പരിമിതികൾക്കുള്ളിൽ, അതും 100 കേഡറ്റ്സ് മാത്രമുള്ള ഒരു NCC ട്രൂപ്പിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനായെന്നുള്ളത് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ കേണൽ ദാമോദരൻ സാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പുനീത് സാഗർ അഭിയാൻ 35 സ്ഥാപനങ്ങളുള്ളതിൽ ആകെ വെള്ളത്തിന്റെ സാമീപ്യമുള്ളത്, കടലാണ് ഉദ്ദേശിച്ചത്, കായലിന്റെ എങ്കിലും സാമീപ്യമുള്ളത് SKM കുമരകത്തിനാണ്. അപ്പോ അന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടി എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോ എല്ലാ തരത്തിലും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന അനീഷ് സാറിനും SKM സ്കൂളിനും എല്ലാ ആശംസകളും നേരുന്നു. തുടർന്നും ഇനിയുള്ള വർഷങ്ങളിലും ഇത്തരത്തിൽ പാസിംഗ് ഔട്ട് പരേഡുകൾ നടത്തുവാനായിട്ട് സാധിക്കട്ടെ. പ്രിയപ്പെട്ട NCC കേഡറ്റുകളോട് ഒരു മെസ്സേജ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശരിയായ ഒരു സംഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോംഡ് സംഘടന. എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാമെന്നറിയില്ല, ഇന്ത്യയിലെ പട്ടാളക്കാരേക്കാൾ കൂടുതൽ എണ്ണം ഇന്ത്യയിൽ NCC കേഡറ്റുകളുണ്ട്. വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ NCC കേഡറ്റുകളുടെ എണ്ണം 20 ലക്ഷമാകാൻ പോവുകയാണ്. ഞങ്ങൾ പരിശീലനത്തിനിടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. When you join NCC, you change the way you walk, the way you talk, the way you behave, the way you think. നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ പെരുമാറുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ നടക്കുന്ന രീതികളിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അടിമുടി മാറ്റം വരുത്തുവാൻ സാധ്യതകളുള്ള ഒരു സംഘടനയാണ് NCC. അതിൽ ജോയിൻ ചെയ്തതിൽ അഭിമാനിക്കാം. നിങ്ങൾ +2-ലും കോളേജിലും ഒക്കെ ചെല്ലുമ്പോഴും ഇതേ സംഘടനയിൽ ചേരുക. സാധിക്കുന്നിടത്തോളം പേര് ആംഡ് ഫോഴ്സസ്, ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ ചേരാൻ ശ്രമിക്കുക. SKM-നും ഇവിടുത്തെ ട്രൂപ്പിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ, അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചേച്ചി, നമ്മുടെ ചീഫ് ഗസ്റ്റ് കേണൽ ദാമോദർ സാറ്, ഈ NCC കേഡറ്റുകള്, അതുപോലെ ഈ വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ പാഠ്യേതര വിഷയങ്ങളിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ SKM സ്കൂളും, അതുപോലെ ഇന്ന് ഈ പാസിംഗ് ഔട്ടായ പിള്ളേരും, അതുപോലെ ഇതിനു മുമ്പ് പാസിംഗ് ഔട്ടായിട്ടുള്ള പിള്ളേരും നമ്മുടെ നാടിനും വീടിനും
നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ കാൽ നൂറ്റാണ്ടായിട്ട് ഇതിനുവേണ്ടി പ്രയത്നിച്ച അനീഷ് സാറിനും ഉള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, 2 വർഷക്കാലത്തെ പരിശീലനം പൂർത്തിയാക്കി പാസിംഗ് ഔട്ട് പരേഡ് പങ്കെടുത്ത ഓരോരുത്തർക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ലക്ഷ്യബോധവും പൗരബോധവുമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുവാനും നിങ്ങൾ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു. നന്ദി. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എസ്കെമിൻ്റെ അഭിമാനമായ കേഡറ്റ്സ്, നമ്മുടെ കുഞ്ഞുങ്ങളെ, ഇന്ന് വളരെ സന്തോഷമുള്ള, വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷമുള്ള നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നു പോയത്. അതിന് ആദ്യമായി നന്ദി പറയേണ്ടത് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കൾക്കാണ്. ഇത്രയും ആളുകൾ ഇവിടെ ഒത്തുചേർന്ന് ഈ ഒരു പാസിംഗ് ഔട്ട് പരേഡ് ഗംഭീരമാക്കി വലിയൊരു വിജയമാക്കി തീർത്തതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികളുമായി 25 വർഷം ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ തന്നെ വേണമെങ്കിൽ പറയാം. അനീഷ് സാറ് കഠിനമായ പരിശ്രമത്തിലൂടെ കുട്ടികളെ ഈ ഒരു പരിപാടി ഗംഭീരമാക്കാനായിട്ട് അവരെ ഈ നിലയിലേക്ക് എത്തിച്ചേർത്ത അനീഷ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കേഡറ്റ്സിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് നമ്മുടെ സ്കൂളിലെ ANO അനീഷ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, ഞാൻ വളരെ സന്തോഷവാനായ ഒരു ദിവസമാണ്. NCCയിൽ ചേരുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളിലൊന്ന്, ഞാൻ NCCയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാസിംഗ് ഔട്ട് പരേഡ് നടത്തണം എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഞാൻ സ്വപ്നം കണ്ട തരത്തിൽ പാസിംഗ് ഔട്ട് ഇവിടെ പൂർണ്ണമായി നടത്താൻ സാധിച്ചു. അതിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കേഡറ്റ്സിനോട്. 6 ദിവസം കൊണ്ട് പരേഡ് പൂർത്തിയാക്കിയ എൻ്റെ പ്രിയപ്പെട്ട കേഡറ്റ്സ്, പഠിപ്പിച്ച അത്രയും നന്നായി, അല്ലെങ്കിൽ പരിശീലനത്തിലെ ഏറ്റവും നല്ലൊരു പരിശീലനമായി ഇന്നത്തെ പരേഡ് അവർക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ പൂർണ്ണ സപ്പോർട്ടുമായി 50 രക്ഷിതാക്കൾ, 50 അച്ഛനമ്മമാർ ഇതിനോട് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ പാസിംഗ് ഔട്ട് പരേഡ് സമ്പൂർണ്ണ വിജയമാവുകയാണ്. എന്തിനും ഏതിനും പിന്തുണയുമായി PTA-യും ശ്രീ കുമാരമംഗലം ദേവസ്വയോഗവും തുനിഞ്ഞിറങ്ങിയപ്പോൾ 2 ദിവസമായി ഉറക്കം നിന്നെങ്കിലും വളരെ ഭംഗിയായ രീതിയിൽ ഈ ഗ്രൗണ്ട് ക്രമീകരിക്കാൻ സാധിച്ചു. പേരെടുത്തു പറയേണ്ട ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കെല്ലാം ഞാൻ ഒറ്റ വാക്കിൽ ആശംസകൾ അറിയിക്കുകയാണ്. എൻ്റെ സഹപ്രവർത്തകർ, ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാർ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം ഓർക്കുക, ഇത് നടത്തിയത് എൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനല്ല. ഇന്നത്തെ താരങ്ങൾ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത ഓരോ കുട്ടിയുമാണ്. അവര് ഇന്നത്തെ ഹീറോകളാണ്. കുമരകത്തിന്റെ ഹീറോകളാണ്, SKMന്റെ ഹീറോകളാണ്, 16 കേരള ബറ്റാലിയൻ NCCയിലെ ഹീറോകളാണ്. അവരുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലും അവരെ ഇതുപോലെ ഹീറോകളാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പേരൻസിന്റെ സപ്പോർട്ടും ശരിയായ മാർഗനിർദ്ദേശവും ഉണ്ടെങ്കിൽ അവർ നാളുകളിൽ സൂപ്പർ ഹീറോകളായി മാറും. അതിനുള്ള തുടക്കമാവട്ടെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഒത്തിരി പേരുകൾ എടുത്തു പറയേണ്ടതുണ്ട്. എങ്കിലും അതിലൊക്കെ ഉപരി ഞാൻ NCC PRCN കോഴ്സിന് പോയപ്പോൾ ശപിച്ച എൻ്റെ 2 അധ്യാപകരുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി,
SKM-നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അന്ന് PRCN പോയത്. പട്ടാള ക്യാമ്പിലാന്ന് പോലും എനിക്ക് ബോധ്യമില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ് ഇത് പണി ചെറുതല്ല. എന്താണേലും 25 വർഷമായി ഞാൻ NCCയിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുറ്റം പറയുന്ന എന്റെ 2 അധ്യാപകരുണ്ട്. അവരെത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഉൾപ്പെടെ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനനായ യോഗാധ്യക്ഷൻ ശ്രീ ജയപ്രകാശ് സാറ്, ദേവസ്വം സെക്രട്ടറി ശ്രീ ആനന്ദകുട്ടൻ സാറ്, നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള കേണൽ ദാമോദരൻ സാറ്, PTA പ്രസിഡന്റ് VC അഭിലാഷ്, ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ സ്കൂളിൽ NCCയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 25 വർഷം കഴിയുകയാണ്. ഈ വർഷം അതൊരു പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയായി നടത്തണമെന്ന് തീരുമാനിക്കുകയും ആയതിന് നമ്മുടെ ദേവസ്വം കമ്മിറ്റിയും എല്ലാ രക്ഷിതാകർത്താക്കളുടെയും പിന്തുണ ലഭിച്ചതോടെ നമുക്ക് ആ പരിപാടി വളരെ വിജയകരമായി നടപ്പിലാക്കുവാൻ സാധിച്ചു. ഇപ്പോൾ NCCയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ സ്വാഗത പ്രാസംഗികൻ മുതൽ മറ്റുള്ള എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല. ഈ യോഗത്തിൽ നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് നമ്മുടെ ദേവസ്വം മാനേജർ ജയപ്രകാശ് സാറാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിലും NCC യൂണിറ്റിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഉദ്ഘാടക ശ്രീമതി KV ബിന്ദു, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ബിന്ദു സാറിന് ഈ യോഗത്തിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് ഈ യോഗത്തിൽ സ്വാഗത പ്രാസംഗികൻ ശ്രീ VC അഭിലാഷ്, ശ്രീ അഭിലാഷിനും ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ യോഗത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് എത്തിച്ചേർന്നിരുന്ന കേണൽ ദാമോദരൻ സാറിനും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്ന നമ്മുടെ SKM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സുനിമോൾ ടീച്ചർ, നമ്മുടെ ഹെഡ്മിസ്ട്രസ് ശ്രീമതി KM ഇന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി കവിത ലാലു, നാഷണൽ ട്രഷറർ ശ്രീ രാജീവ് ജോസഫ്, ശ്രീമതി മായ സുരേഷ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ ശ്രീമതി രാജേശ്വരി എന്നിവർക്കും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ അനീഷ് സാറാണ്. അനീഷ് സാറിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഈ NCCയുടെ പ്രവർത്തനങ്ങൾ ഇത്രയും നല്ല രീതിയിൽ നടപ്പിലാക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം മൂലമാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിൽ ദൈവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ NCC പരേഡിൽ പങ്കെടുത്ത എല്ലാ NCC കേഡറ്റുകൾക്കും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി നമ്മുടെ NCC പാസിംഗ് ഔട്ട് പരേഡ് ഒരു വൻ വിജയകരമാക്കി തീർക്കുവാൻ സഹായിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള എല്ലാവർക്കും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദേശീയഗാനം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा, जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।